മഹാമറിയമേ, ഞാൻ സ്വർഗരാജ്ഞിയും നീ ത്രേസ്യയുമായിരുന്നെങ്കിൽ നീ സ്വർഗരാജ്ഞിയാകുന്നതിനു വേണ്ടി ഞാൻ ത്രേസ്യയാകുമായിരുന്നു. മിശിഹായേറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുനാളുകൾ അനുബന്ധിച്ചുള്ള ധ്യാന വിചിന്തനത്തിൽ ഇന്ന് നാം ചിന്തിക്കുക പരിശുദ്ധ കന്യകാമാതാവും വിശുദ്ധ കൊച്ചു ത്രേസ്യയും എന്ന വിഷയത്തെ പറ്റിയാണ്. പെറ്റമ്മയുടെ സ്നേഹം അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ അമ്മയുടെ മരണശേഷം തന്റെ സഹോദരങ്ങളായ പൗളിനെയും ലയോണിയെയും അവൾ അമ്മയായി സ്വീകരിച്ചു. എന്നാൽ അധികം താമസിക്കാതെ നല്ല ദൈവം അവരെ അവളിൽ നിന്ന് വേർപെടുത്തി. വേദനകളിലൂടെ കടന്നുപോയ അവൾക്ക് ദൈവം നൽകിയ വലിയ സമ്മാനമായിരുന്നു ലോകരക്ഷകന്റെ അമ്മ. വിശുദ്ധ കൊച്ചു ത്രേസ്യ പരിശുദ്ധ കന്യകാമറിയത്തെ തന്റെ അമ്മയായി സ്വീകരിച്ചു. അവളുടെ ജീവിതത്തിൽ അമ്മയ്ക്ക് വളരെ വലിയ സ്ഥാനമുണ്ടായിരുന്നു. പുണ്യവതിയുടെ ജീവചരിത്രവും നിരന്തരമായ മരിയൻ പ്രാർത്ഥനകളും മുടങ്ങാത്ത ജപമാലകളും അതിന് ഉദാഹരണമാണ്. അമ്മയുടെ പുഞ്ചിരി തൂക്കിക്കൊണ്ടുള്ള സൗഖ്യപ്പെടുത്തൽ മാത്രമല്ല, അവളുടെ ആദ്യ കുർബാന വേളയിലും കർമ്മല മലയിലേക്കുള്ള യാത്രയിലും പിന്നീട് കർമ്മല മഠത്തിലെ ജീവിതത്തിലും അമ്മ അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ ഈ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ ഈശോയിലേക്ക് അടുപ്പിച്ചു. തന്റെ പ്രാണനാഥനെ അവൾക്ക് നൽകിയ അമ്മയെ അവൾ വാഴ്ത്തി. പരിശുദ്ധ അമ്മയിലൂടെ വിശുദ്ധ കൊച്ചു ത്രേസ്യ ദൈവത്തെ പാടി സ്തുതിച്ചു. ഈശോ നമുക്ക് ഓരോരുത്തർക്കും നൽകിയ വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. അമ്മ വേദനിക്കുന്നവരുടെ ആശ്രയമാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നമ്മെ തന്നെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. പ്രകാരമാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ പരിശുദ്ധ കന്യകാമറിയത്തെ തന്റെ അമ്മയായി സ്വീകരിച്ചത്. അതുപോലെ നമുക്കും പരിശുദ്ധ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായി സ്വീകരിക്കാം. അവിടുത്തെ നീലക്കാപ്പയ്ക്കുള്ളിൽ അഭയം തേടാം. മുടങ്ങാതെ ജപമാലകൾ ചൊല്ലാം, കൈകളിൽ വഹിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.